Dear students, welcome to Focus Area Revision of Mathematics. Today, we are going to discuss a new chapter, that is the 5th chapter of 10th Mathematics, that is Trigonometry. Trigonometry is one of the most important chapter of our mathematics. നിങ്ങൾക്കറിയാം ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. നോർമലി എക്സാം പോയിന്റ് ഓഫ് വ്യൂല് 3 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 4 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, 5 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ടോട്ടൽ 12 മാർക്സിനാണെന്ന് സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ടായിരുന്നത്. ഈ ഒരു വർഷം ഡബിൾ പ്ലസ് മാർക്സിന് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണ് ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. സോ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് ട്രിഗണോമെട്രി. നല്ല പോലെ കെയർ ചെയ്യാം. ഓക്കെ, നോർമലി ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്താണ് ഫോക്കസ് ഏരിയയിൽ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഫോക്കസ് ഏരിയയിൽ ഓൾമോസ്റ്റ് ചാപ്റ്ററിന്റെ മെയിൻ കണ്ടന്റുകളൊക്കെ ഉണ്ട്. ദ ഫസ്റ്റ് വൺ, ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് 45, 45, 90, 30, 60, 90. ഈ രണ്ട് ആംഗിൾസ് വരുന്ന ട്രയാങ്കിൾസിലെ സൈഡ്സിനെ പറ്റി. എ ന്യൂ മെഷർ ഓഫ് ആംഗിൾസ്, സൈൻ ഒരു കൊസൈൻ, സൈനും കോസും ഡിസ്കസ് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഡിസ്റ്റൻസ് ആൻഡ് ഹൈറ്റ്സ്, ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു 45, 45, 90 and 30, 60, 90 ഓൺലി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ചാപ്റ്ററിൽ. സോ നമുക്ക് എങ്ങനെയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് പഠിച്ചിട്ടുള്ളത് എന്ന കണ്ടന്റ് ആദ്യം നമുക്ക് നോക്കാം. സോ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്, ഒന്ന്, ബേസിക്കലി നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുത്താൽ ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ആംഗിൾസും സൈഡ്സും തമ്മിലുള്ള കണക്ഷൻസ് ആണ്. സ്പെഷ്യലി ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസും സൈഡ്സും തമ്മിലുള്ള കണക്ഷനാണ് ട്രിഗണോമെട്രി എന്ന് പറയാറുള്ളത്. നമ്മൾ പഠിച്ചിട്ടുള്ളത് ബേസിക്കലി പറയുമ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുത്താൽ ആ റൈറ്റ് ട്രയാങ്കിളിൽ 3 കാര്യങ്ങൾ. ഒന്ന്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ. അടുത്ത് ഒരു ആംഗിൾ, ഒരു സൈഡ്. ഒരു റൈറ്റ് ട്രയാങ്കിളിലെ ഒരു ആംഗിളും ഒരു സൈഡും ഗിവൺ ആണ് എങ്കിൽ, ഈ 3 കാര്യങ്ങൾ ഗിവൺ ആണ് എങ്കിൽ, we can find other two side എന്നാണ്. other two sides, ഇതാണ് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ബേസിക്കലി പഠിച്ചിട്ടുള്ളത്. ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിളും ഒരു സൈഡും ഗിവൺ ആണെങ്കിൽ, ആംഗിൾ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 90 എന്ന് പറയുന്ന ഒരു ആംഗിൾ ഓൾറെഡി നമുക്ക് കിട്ടും. 90 അല്ലാത്തൊരു ആംഗിളാണ് നമുക്ക് വേണ്ടത്. സോ 90 അല്ലാത്തൊരു ആംഗിളും വേണം, പിന്നെ ഒരു സൈഡും വേണം. അങ്ങനെയാണ് എങ്കിൽ മറ്റ് 2 സൈഡ് ഫൈൻഡ് ചെയ്യാം എന്നതാണ് ട്രിഗണോമെട്രി ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് എങ്ങനെയാണത് ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ 2 സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി 2 സെഷനായിട്ട് നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഇൻ ദി ഫസ്റ്റ് സെഷൻ ഇറ്റ് വാസ് അബൌട്ട് സ്പെഷ്യൽ ആംഗിൾസ്. ദാറ്റ് മീൻസ് നമ്മുടെ കയ്യിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട് എന്ന് വിചാരിക്കുക, വിത്ത് ആംഗിൾസ് 45, 45, 90. 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി ആംഗിൾസ് വരുന്ന റൈറ്റ് ട്രയാങ്കിൾ വരികയാണെങ്കിൽ ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുന്നത്, അതായത് ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുന്നത് 1:1:√2 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, അപ്പൊ നമുക്ക് അവിടെ 2 രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻസ് നോർമലി എക്സ്പെക്ട് ചെയ്യാം. ഒന്ന്, ഫോർ എക്സാമ്പിൾ ശ്രദ്ധിക്കാം, നമുക്ക് സപ്പോസ് ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നു എന്ന് വിചാരിക്കാം. ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നു, ഇത് 45 ഡിഗ്രിയാണ്, ഇതൊരു 10 സെന്റിമീറ്റർ എന്ന് തന്നു എന്ന് വിചാരിക്കാം. ആദ്യം നോക്കേണ്ടത് നമുക്ക് ഡിസ്കസ് ചെയ്ത ടൈപ്പ് ആണോ എന്നാ. ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഒരു സൈഡ്, ഒരു ആംഗിൾ വേണം, എന്നാലേ മറ്റു 2 സൈഡ് ഫൈൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. Now look at this. You can see there is a right triangle with an angle and a side. So അങ്ങനെയാണെങ്കിൽ we can find other 2 sides എന്നാണ് ട്രിഗണോമെട്രി പറയുന്നത്. ഇവിടെ എങ്ങനെ ഫൈൻഡ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാവുന്ന കാര്യം, ആദ്യം റേഷ്യോ എഴുതി വെക്കാം. 45, 45, 90. And we have the side. Sides are in the ratio 1:1:√2. നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് 45ന്റെ ഓപ്പോസിറ്റ് അല്ലേ 10 സെന്റിമീറ്റർ തന്നിട്ടുള്ളത്.
ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. 10ന്റെ ഓപ്പോസിറ്റ് സൈഡാണ് 45ന്റെ ഓപ്പോസിറ്റ് സൈഡാണ് 10 തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 45ന്റെ ഓപ്പോസിറ്റ് ഉള്ളതിന് 10 എന്ന് കൊടുക്കാം. ഇത് 1 ആണ് എങ്കിൽ ഇയാളും 1 തന്നെയല്ലേ? അപ്പം ഇത് 1ന് കറസ്പോണ്ടിങ് 10 ആണെങ്കിൽ ഈ 1ന് കറസ്പോണ്ടിങ്ങും 10 തന്നെയായിരിക്കും. അടുത്തത് ഇയാളെങ്ങനെ ഫൈൻഡ് ചെയ്യും എന്നുള്ള കാര്യമാണ്. അതിൻ്റെ ട്രിക്ക് മാത്രം പറയാം. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 1ൽ നിന്ന് മറ്റൊരു നമ്പറിലേക്ക് പോകണമെങ്കിൽ, 1ൽ നിന്ന് √2ലേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. അതായത് ജസ്റ്റ് √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഈ 10ൽ നിന്ന് ഇതിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഇയാളുടെ കറസ്പോണ്ടിങ് വാല്യൂ കാണണമെങ്കിൽ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. സോ ദാറ്റ് ഈസ് 10 √2. 1ൽ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 10 √2 എന്നായിട്ട് മാറി. ഇനി നോക്ക്, 45ന്റെ ഓപ്പോസിറ്റ് 10. അപ്പം ഇത് 45ഉം ഇത് 90 ആകുമ്പം ഇതും 45 ആയിരിക്കണം. കാരണം 45 + 45 90, 90 + 90 180. അപ്പോൾ ഈ 45ക്ക് ഓപ്പോസിറ്റ് 10 ആണെങ്കിൽ ഈ 45ക്ക് ഓപ്പോസിറ്റും 10 ആയിരിക്കും. 90ക്ക് ഓപ്പോസിറ്റ് 10 √2 ആയിരിക്കും. ഇങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക. നൗ ലുക്ക് അറ്റ് ദി സെക്കൻഡ് കേസ്. രണ്ടാമത്തെ കേസ് നമുക്ക് ഇത് 45 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഇസ് 90 ആൻഡ് ദിസ് ഇസ് 8 സെന്റിമീറ്റർ. ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. Now look at this. We have the ratio 45, 45, 90. The opposite sides are in the ratio 1:1:√2. നമ്മൾ ചെയ്യേണ്ടത് 90ക്ക് ഓപ്പോസിറ്റ് ആണ് നമുക്ക് 8 എന്ന് തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡിന് 8 എന്ന് കൊടുക്കുന്നു അല്ലേ? സിമ്പിളായിട്ട് 8 എന്ന് കൊടുക്കുന്നു. ഇനി നോക്കേണ്ടത് ഇയാൾ 1ന് കറസ്പോണ്ടിങ് ആയ നമ്പർ ആണോ? അല്ല, √2ക്ക് കറസ്പോണ്ടിങ് ആയ നമ്പറാണ്. അപ്പോൾ എങ്ങനെയാണ് 1ന് കറസ്പോണ്ടിങ് ആയ നമ്പർ കണ്ടുപിടിക്കുക എന്നാണ് സംശയം. 1ന് കറസ്പോണ്ടിങ് ആയ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എങ്ങനെയാ? 1ലേക്ക് എത്താൻ നമ്മൾ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1ൽ നിന്ന് അങ്ങോട്ട് പോകാനോ മൾട്ടിപ്ലൈ ചെയ്യണം. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പം ഇവിടെ √2 ആണ് എങ്കിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 8 ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം 8/√2. ഇവിടെയും 8/√2. 8/√2നെ നമുക്ക് വേണമെങ്കിൽ 4√2 എന്നൊക്കെ ആക്കാം, ഇല്ലെങ്കിൽ അങ്ങനെ നിർത്തിയാലും പ്രശ്നമുള്ള കാര്യമല്ല. സോ വി ഹാവ് ബോത്ത് അതർ 2 സൈഡ്സ് ആർ 8/√2. സോ ഇയാൾ 8/√2 ആയിട്ട് മാറി, ഇയാളും 8/√2 ആയിട്ട് മാറി. ഇതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ സെഷനിൽ പഠിച്ചിട്ടുള്ള ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. Now look at the second case in our first section. That means if the angles are 30, 60 and 90. ഒരു റൈറ്റ് ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് 30, 60, 90 ആണ് എങ്കിൽ അവരുടെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുന്നത് 1:√3:2 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കും. 1:√3:2 ഈ റേഷ്യോയിലുണ്ടാവുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കേണ്ട കാര്യം വെച്ചാൽ ഇതിൽ വെച്ചിട്ട് എങ്ങനെ പ്രോബ്ലം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലുക്ക് അറ്റ് എ ക്വസ്റ്റ്യൻ. നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. 30, ദിസ് ഇസ് 90 ആൻഡ് ദിസ് ഇസ് 7 സെന്റിമീറ്റർ ലോങ്. ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുക, വി ഹാവ് എ റൈറ്റ് ട്രയാങ്കിൾ വിത്ത് an angle and a side. So using trigonometry we can easily find other 2 sides. എങ്ങനെ നോക്കാം? ആദ്യം നമ്മൾ റേഷ്യോ എഴുതി വെക്കുക. 30, 60, 90. The ratio 1:√3:2. This is the ratio. ഇനി ചെയ്യേണ്ടത് 30ക്ക് ഓപ്പോസിറ്റ് 7 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 30ക്ക് ഓപ്പോസിറ്റ് 7 എന്ന് മാർക്ക് ചെയ്യുന്നു. ശരി, എന്നിട്ടോ ഇനി 60ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് കാണണം. ഇയാൾ 1ന് കറസ്പോണ്ടിങ് ആയ വാല്യൂ അല്ലേ? ആണ്. അപ്പോൾ √3ക്ക് കറസ്പോണ്ടിങ് ആയ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1ൽ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇറ്റ് വിൽ ബിക്കം 7 × √3. 2ന് കറസ്പോണ്ടിങ് ആയത് എങ്ങനെ കണ്ടുപിടിക്കുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 14. So we have other 2 sides are the side opposite to 60 degree is 7√3 and the 90 degree is 14 എന്ന് കിട്ടി. Simple. And one more example. ശ്രദ്ധിക്കുക, ഒരു എക്സാമ്പിളും കൂടി. സപ്പോസ് നമുക്ക് തരുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇത് 30 ഡിഗ്രി ആണ്,
ഇത് 60 ഡിഗ്രി ആണ്, this is 90 ഡിഗ്രി. സപ്പോസ് ഇയാൾ ഒരു 8 എന്ന് തന്നു. Now we have a right triangle with an angle and a side. സോ അങ്ങനെയാണെങ്കിൽ മറ്റു സൈഡ് എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ നോക്കാം. നമ്മൾ റേഷ്യോ എടുക്കുന്നു 30, 60, 90. ദ റേഷ്യോ 1:√3:2. 1:√3:2. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 60 ഓപ്പോസിറ്റ് ഉള്ളത് 8 എന്ന് നമ്മൾ ആദ്യം എഴുതി വെക്കണം അല്ലേ. അപ്പൊ 60 ഓപ്പോസിറ്റ് ഇവിടെ വരേണ്ടത് 8 എന്നാണ്. അയാൾ 1ന് കറസ്പോണ്ടിങ് ആയ നമ്പർ ആണോ? അല്ല. അപ്പോൾ 1ന് കറസ്പോണ്ടിങ് ആയ നമ്പർ അല്ലാത്തത് കൊണ്ട് നമ്മൾ 1ന് കറസ്പോണ്ടിങ് ആയ നമ്പർ ആദ്യം കണ്ടുപിടിക്കണം. 1ന് കറസ്പോണ്ടിങ് ആയ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് √3ക്ക് കറസ്പോണ്ടിങ് ആയ നമ്പർ അല്ലേ? ആണ്. സോ അങ്ങനെയാണെങ്കിൽ 1ന് കറസ്പോണ്ടിങ് ആയ നമ്പർ കണ്ടുപിടിക്കാൻ 1ലേക്ക് എത്താൻ ഡിവൈഡ് ചെയ്യണം. സോ √3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് 8/√3 ഇല്ലേ? ഇനി 1ൽ നിന്ന് 2ലേക്ക് ജമ്പ് ചെയ്യാം. 2ന് കറസ്പോണ്ടിങ് ആയത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1ന്റെ ഡബിൾ എടുത്താൽ മതി. 1 എന്ന് പറഞ്ഞാൽ 8/√3 ആണ്. അപ്പൊ അതിന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ദാറ്റ് ഈസ് 16/√3 എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. സോ ഈ രണ്ട് കേസുകളിൽ, സ്പെഷ്യൽ കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് മറ്റു രണ്ട് സൈഡ് റൈറ്റ് ട്രയാങ്കിളിൻ്റെത് ഫൈൻഡ് ചെയ്യാൻ കഴിയും യൂസിങ് എ റൈറ്റ് ട്രയാങ്കിൾ വിത്ത് എൻ ആംഗിൾ ആൻഡ് എ സൈഡ്. ഇനി അടുത്ത ചോദ്യം, ആംഗിൾസ് ഇതല്ലെങ്കിൽ എന്ത് ചെയ്യും? സപ്പോസ് 45 അല്ല, അതുപോലെ 30യോ 60യോ അല്ല, അങ്ങനെയാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? അവിടെയാണ് നമ്മൾ രണ്ടാമത്തെ സെഷൻ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് നമുക്ക് ഇത് 40 ഡിഗ്രി ആണ് എന്ന് തന്നിട്ടുണ്ട് ആൻഡ് ലെറ്റ് ദിസ് ഇസ് ഓഫ് സൈഡ് 10 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. സോ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യം നമ്മൾ നോക്കേണ്ടത് റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടോന്നാ? ഉണ്ട്. നെക്സ്റ്റ് ആംഗിൾ ഉണ്ടോന്നാ? ഉണ്ട്. ആൻഡ് ഫൈനലി ഒരു സൈഡ് ഉണ്ടോന്നാ? അതും ഉണ്ട്. സോ നമ്മൾ ട്രിഗണോമെട്രിയിൽ ബേസിക്കലി പറഞ്ഞ 3 കാര്യങ്ങളും ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ അത് 2 സൈഡ് ഫൈൻഡ് ചെയ്യാൻ കഴിയണം. എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുക? ഫോർ ദാറ്റ് വി ഹാവ് 3 trigonometric ratios. 3 trigonometric ratios. They are sin, cos and tan. സൈനും കോസും ആണ് നമുക്ക് ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. സൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ കൂടി ജസ്റ്റ് പറയാം. ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള 3 ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നത്. ഒന്ന് സൈൻ ആണ്, ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അടുത്ത കോസ് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അടുത്ത ടാൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അതായത് ഈ 3 ട്രിഗണോമെട്രിക് റേഷ്യോസും നമ്മൾ യൂസ് ചെയ്യാറുള്ളത് വിത്ത് ആൻ ആംഗിൾ ആണ്. സൈന് കോസ് ടാൻ യൂസ് ചെയ്യുക വിത്ത് ആൻ ആംഗിൾ ആണ്. ആംഗിൾ 40, ആംഗിൾ 50, ആംഗിൾ 32, ആംഗിൾ സി, ആംഗിൾ എ എന്നൊക്കെ പറയും. 90 അല്ലാത്ത ആംഗിളിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ അടുത്ത സംശയം, ഈ ആരാണ് ഈ ഓപ്പോസിറ്റ് സൈഡ്, ആരാണ് അഡ്ജസന്റ് സൈഡ്, ആരാണ് ഹൈപ്പോട്ടന്യൂസ് എന്നുള്ളതാണ്. ഒരു റൈറ്റ് ട്രയാങ്കിളിൽ ഹൈപ്പോട്ടന്യൂസ് നമുക്കറിയാം, കൃത്യമായിട്ട് അറിയാം. 90 അല്ലാത്ത ഒരു ആംഗിൾ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എയോ അല്ലെങ്കിൽ സിയോ ആണ്. ഫോർ എക്സാമ്പിൾ സി എടുത്താൽ, സി എന്ന് പറയുന്നത് 2 സൈഡിനെ ടച്ച് ചെയ്യും. അതിൽ ഒരാൾ ഹൈപ്പോട്ടന്യൂസ് ആണ്, അതല്ലാത്ത മറ്റേ സൈഡിനെയാണ് ആ ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഹിയർ BC ഈസ് ദി അഡ്ജസന്റ് സൈഡ് ഓഫ് ആംഗിൾ 40. നേരെ ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡിനെയാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയാം, ടച്ച് ചെയ്യാത്ത സൈഡ്. സോ ഹിയർ AB ഈസ് ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ 40. ബട്ട് ഇൻ ദ കേസ് ഓഫ് ആംഗിൾ A, AB ഈസ് കോൾഡ് ദി അഡ്ജസന്റ് സൈഡ് ആൻഡ് BC ഈസ് ദി ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, നമുക്കറിയാം. ഇനി അടുത്ത സംശയം, നമുക്ക് ഏത് ട്രിഗണോമെട്രിക് റേഷ്യോ യൂസ് ചെയ്യും? ഓക്കെ, 30, 60, 90 45, 41, 90 നമുക്ക് ഇല്ലാത്തൊരു കൺഫ്യൂഷൻ ഇവിടെ വരില്ല. ഞാൻ സൈനിനെ യൂസ് ചെയ്യണോ അല്ലെങ്കിൽ കോസിനെ യൂസ് ചെയ്യണോ എന്നാണ്. അവിടെ കെയർ ചെയ്യേണ്ടത്, നമ്മൾ സൈനിനെയോ അല്ലെങ്കിൽ കോസിനെ യൂസ് ചെയ്യുന്ന സമയത്ത് 2 കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. ഒന്ന്, ഗിവൺ സൈഡ് ആരാണ്. ഓക്കെ, 2, ഏത് സൈഡാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഏത് സൈഡാണ് ഫൈൻഡ് ചെയ്യേണ്ടത്, ഏത് സൈഡാണ് ഗിവൺ ആയിട്ടുള്ളത്, ഈ 2 കാര്യങ്ങൾ നോക്കുക. ഫോർ എക്സാമ്പിൾ ഇൻ ദിസ് ക്വസ്റ്റ്യൻ, സപ്പോസ് ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ദി സൈഡ് AB,
എ ബി ആണ് ഫൈൻഡ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ആംഗിൾ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. 90 നമുക്ക് എടുക്കാൻ പറ്റൂല. ഇഫ് ഇറ്റ് ഈസ് 40 ഡിഗ്രി then we can say that it is 50 ഡിഗ്രി. സോ ഇത് 40 ആണെങ്കിൽ ഇത് 50 ആണ്. അപ്പോൾ രണ്ട് ആംഗിൾ നമ്മുടെ കയ്യിലുണ്ട്. ഏതോ ഒരു ആംഗിൾ എടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ 40 ഫിക്സ് ചെയ്തു. Now check these two. Given side ആരാണ്? Based on the fixed angle. 40 ബേസ് ചെയ്ത് നോക്കുമ്പോൾ 10 എന്ന് പറയുന്നത് ഹൈപ്പോണിയസ് ആണ്. അല്ലെങ്കിൽ ഈ ഫിഗറിൽ 10 എന്ന് പറയുന്നത് ഹൈപ്പോണിയസ് ആണ്. ഗിവൺ സൈഡ് ഹൈപ്പോണിയസ് ആണ്. സോ ഹൈപ്പോണിയസ് ഇസ് ഗിവൺ. ഇനി കണ്ടുപിടിക്കേണ്ടത് ആരാ? adjacent side or opposite side. We know this is AB is the opposite side of angle 40. That means here we want to find the opposite side. So hypotenuse നമുക്ക് given ആണ്, opposite side find ചെയ്യണം. ഇത് രണ്ടും വരുന്ന trigonometric ratio ആരാളുള്ളത്? Yeah, it is sine, right? Okay, so sine ആണ് നമ്മൾ യൂസ് ചെയ്യാം. So we have sine 40 is equal to opposite side AB by hypotenuse AC. ഇല്ലേ? സോ സൈൻ 40യുടെ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഓക്കെ, സൈൻ 40യുടെ വാല്യൂ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. 30യും 60യും 45 അല്ലാത്ത മറ്റെല്ലാവരും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. സൈൻ 40യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.6428 ആണ്. ഞാൻ തൽക്കാലം 0.64 നിർത്തും. 2 ഡെസിമൽ പ്ലേസ് ആണ് നമുക്ക് സാധാരണ എക്സാമിന് തരാറുള്ളത്. ഇസ് ഈക്വൽ ടു എ ബി ദാറ്റ് ഈസ് അൺനോൺ ഡിവൈഡഡ് ബൈ എ സി ദാറ്റ് ഈസ് 10. സോ ഞാൻ ഈ ഡിവൈഡഡ് ബൈ 10നെ അങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ വി വിൽ ഗെറ്റ് എ ബി ആസ് 10 ഇൻറ്റു 0.64 ദാറ്റ് ഈസ് 6.4 എന്ന് കിട്ടും. എ ബിയുടെ ലെങ്ത് സിമ്പിളായിട്ട് കിട്ടി. ഇതേപോലെ തന്നെ വി ക്യാൻ യൂഷ്വലി ഫൈൻഡ് ദ വാല്യൂ ഓഫ് ബി സി ഓൾസോ. അല്ലെ, ബി സിയുടെയും വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ രണ്ടാമത്തെ സെഷനിൽ പഠിച്ചിട്ടുള്ളത് ചാപ്റ്ററിൻ്റെ. ആദ്യത്തെ സെഷനിലും രണ്ടാമത്തെ സെഷനിലും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ആംഗിൾസ് മാറുന്നതിനനുസരിച്ച് കൊണ്ട് സെഷൻ ഫസ്റ്റോ സെക്കൻഡോ ആയി മാറാം. എന്നാൽ ചെയ്യുന്ന രീതികളിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, 30യോ 60യോ 45ഓ വരുമ്പോൾ ചെയ്യുന്ന രീതിയല്ല മറ്റ് ആംഗിൾസ് വരുമ്പോൾ. 30യോ 60യോ 45 വരുമ്പോൾ നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യോസ് ആയ സൈനിനെയോ കോസിനെയോ ടാനിൻ്റെയോ ആവശ്യമില്ല. ശരിക്ക് വെച്ചും ചെയ്യാം. എന്നാൽ അല്ലാത്ത കേസുകളിൽ അത് സൈനോ കോസോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുക. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ ചില ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. ഒരു തേർഡ് സെഷനും കൂടി പറയേണ്ടതുണ്ട്. നമുക്ക് അതിന്റെ പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നൗ ലുക്ക് അറ്റ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദിസ് triangle shown, what is the perpendicular distance from the top vertex to the bottom side and what is the area of this triangle? Here we want to find the length of the perpendicular from the top to the base. Okay, ഞാൻ മുകളിൽ നിന്ന് താഴത്തേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലാറിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ വരച്ചാൽ ഇതാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത്. ഞാൻ ഇതിന് പേര് കൊടുക്കുകയാണെങ്കിൽ let it be A, B, C and D. Here we want to find AC. അല്ല, ആദ്യം നോക്കേണ്ട കാര്യം, you can see this is 4 cm long and this is also 4 cm long. So it is an isosceles triangle. And the vertex A is the point of intersection of these two equal sides. And we know the perpendicular from that point to the opposite side, that vertex to opposite side will bisect this angle and the side. നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്, ഒരു ട്രയാങ്കിളിന്റെ രണ്ട് ഈക്വൽ സൈഡ് ജോയിൻ ചെയ്യുന്ന വെർട്ടക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ വിൽ ബി ദി ആംഗിൾ ബൈസെക്ടർ ആൻഡ് ദി സൈഡ് ബൈസെക്ടർ. ഓക്കെ, സോ ആ ലോജിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ടുണ്ട് ബെനിഫിറ്റ്. ഒന്ന്, നമുക്ക് എ സിയുടെ ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത്, ഇപ്പൊ നമ്മുടെ കയ്യിൽ റൈറ്റ് ട്രയാങ്കിൾ ഇല്ലായിരുന്നു. നൗ വി ഹാവ് എ റൈറ്റ് ട്രയാങ്കിൾ. ഓക്കെ, ഇതുവരെ നമ്മുടെ കയ്യിൽ റൈറ്റ് ട്രയാങ്കിൾ ഇല്ലായിരുന്നു, പക്ഷെ നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഏതാ റൈറ്റ് ട്രയാങ്കിൾ? ഞാൻ അത് മാത്രം മാറ്റി വരയ്ക്കുകയാണെങ്കിൽ എ ബി സി is our right triangle with this angle is 90. Now look at this. We know this is angle 60 degree. അല്ലേ? കാരണം ഇത് 120 ആണ്, നേരെ ഹാഫ് ആക്കും. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ രണ്ട് സൈഡും ഈക്വൽ അല്ല എങ്കിൽ നേരെ ഹാഫ് ആക്കൂല. ഈക്വൽ ആയതുകൊണ്ട് ഹാഫ് ആയി. സോ 60 90 ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ 30 ഡിഗ്രി. ഓക്കെ, and we have the side as 4 centimeter. Now look at this. നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ എ സിയുടെ ലെങ്താ. അതിനെങ്ങനെ നമ്മൾ യൂസ് ചെയ്യാം? ആദ്യം ആംഗിൾ നോക്കുക. 30 60 90. അപ്പോൾ റേഷ്യോ യൂസ് ചെയ്യാം. 30 60 90. The ratio 1:√3:2.
90 opposed to 4 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 90 opposed to 4 ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാം. അതായത് നമുക്ക് 1ന് കറസ്പോണ്ടിങ് ആയ വാല്യൂ ആണോ തന്നത്? അല്ല, 2ക്ക് കറസ്പോണ്ടിങ് ആയ വാല്യൂ ആണ്. അപ്പം എങ്ങനെ 1ന് കറസ്പോണ്ടിങ് ആയ വാല്യൂ കണ്ടുപിടിക്കുക? ഡിവൈഡ് ചെയ്യണം. 1ലേക്ക് എത്താൻ ഡിവൈഡ് ചെയ്യണം, 1ൽ നിന്ന് പോകാൻ മൾട്ടിപ്പിൾ ചെയ്യണം അല്ലേ? സോ 1ലേക്ക് എത്താൻ ഡിവൈഡ് ചെയ്യണം. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ വി വിൽ ഗെറ്റ് 2. ഈ 2 എന്ന് പറയുന്നത് ആക്ച്വലി 4 ഡിവൈഡഡ് ബൈ 2 ആണ്. ഈ 4നെ ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നൗ 1ൽ നിന്ന് √3ലേക്ക് എത്താൻ √3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. സോ 2ൽ നിന്ന് അവിടേക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്യണം? √3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ വി വിൽ ഗെറ്റ് 2√3. സോ 60ക്ക് ഓപ്പോസിറ്റ് 2√3 ആണ് എന്നും 30ക്ക് ഓപ്പോസിറ്റ് 2 ആണ് എന്നും മനസ്സിലായി. സോ 30ക്ക് ഓപ്പോസിറ്റ് 2 ആൻഡ് 60ക്ക് ഓപ്പോസിറ്റ് 2√3. And the question, what is the area of the triangle? Here we want to find the area of this triangle, and we know the area of the triangle is nothing but half BH. അല്ലേ? ഹാഫ് ബി എച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് വി നോ ദിസ് ഇസ് ബി ഡി ഇൻറ്റു ഹൈറ്റ് ദാറ്റ് ഇസ് എ സി. സോ ഹാഫ് ഇൻറ്റു ബി ഡി എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് 2√3 ആണ് ബി സി. അതായത് ഇയാൾ 2√3 ആണ്. എടാ ബി സി 2√3 ആണെങ്കിൽ സി ഡിയും 2√3 അല്ലേ ഉണ്ടാവുക? കാരണം എ സി എന്ന് പറയുന്നത് ഈ സൈഡിനെ ബൈസെക്ട് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് 2√3 പ്ലസ് 2√3 ദാറ്റ് ഇസ് 4√3. സോ ഇൻറ്റു 4√3 ഇൻറ്റു എ സി ദാറ്റ്സ് അവർ ഹൈറ്റ് ദാറ്റ് ഇസ് 2. സോ നമുക്ക് ഈ 2നും ക്യാൻസൽ ചെയ്യാം. ഫൈനലി വി ഹാവ് ജസ്റ്റ് 4√3 സെന്റിമീറ്റർ സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കും ഏരിയ ഉണ്ടാവുക എന്ന് നമുക്ക് പറയാം. സിമ്പിൾ ക്വസ്റ്റ്യൻ, റൈറ്റ് അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കെയർ ചെയ്യേണ്ട 2 ചോദ്യങ്ങൾ ഈ ആദ്യത്തെ 2 സെഷനുകളിൽ നിങ്ങൾക്ക് കാണാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദ ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് എ പാരലോഗ്രാം ഇഫ് 2 sides and the angle between them are given. For example, look at this. In each of the following parallelogram, find the distance between the top and the bottom side. Calculate the area of each parallelogram. Here we have a parallelogram. ഞാൻ അതിനൊന്ന് മാറ്റി വരയ്ക്കുന്നുണ്ട്. Look at this. We have a parallelogram. Like this. Okay. And 2 of the sides are given, 2 and 4. And an angle between them is given as 45 degree. Like this. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യേണ്ടത്, ലുക്ക് അറ്റ് ദിസ്, എ ബി സി ആൻഡ് ഫൈനലി ദിസ് ഇസ് ഡി. ഞാൻ പേര് കൊടുത്തു. നമ്മളോട് ആദ്യം കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ദ ലെങ്ത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പാരലൽ സൈഡ്സ് ആണ്, അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം. ടോപ്പും ബോട്ടവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മളോട് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 2 പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് ഡിസ്റ്റൻസ് ഇവിടെ വരച്ചിട്ടില്ല, രണ്ടാമത്തെ കാര്യം ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ഇല്ല എന്നുള്ള, ടു യൂസ് ട്രിഗണോമെട്രി. സോ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ നേരെ ഇങ്ങോട്ടേക്ക് ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു, ഒരു പെർപെൻഡിക്കുലർ വരച്ചു ടു ദി ബേസ്. ലെറ്റ് ഇറ്റ് ബി ദ പോയിന്റ് എം. നൗ ലുക്ക് അറ്റ് ദിസ്. ഇതാണ് നമ്മുടെ രണ്ട് പാരലൽ സൈഡ്സ്, ടോപ്പും ബോട്ടവും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് മാത്രമൊന്നുമല്ല, നമുക്ക് ഇവിടെയും വരയ്ക്കാം. പക്ഷെ ഇവിടെ വരയ്ക്കുന്നതോടുകൂടി നമുക്ക് 2 ബെനിഫിറ്റാണ്. ഒന്ന്, നമുക്ക് ഹൈറ്റ് കിട്ടുകയും ചെയ്യും. രണ്ടാമത്തത്, യു വിൽ ഗെറ്റ് എ റൈറ്റ് ട്രയാങ്കിൾ ഹിയർ. സോ നോക്കാം, ഈ റൈറ്റ് ട്രയാങ്കിളിൽ here we want to find the MD, length MD. For that, look at this right triangle. We have an angle 45 degree and a side 2. So we can easily find the length MD using ratio. Ratio use ചെയ്ത് ഫൈൻഡ് ചെയ്യാൻ കഴിയും. എങ്ങനെയാ നോക്കുക, 45 90. This is our angles. So the sides 1:1 √2. തന്നിരിക്കുന്നത് ആരാ നോക്കുക, 90ക്ക് ഓപ്പോസിറ്റ് 2 തന്നിട്ടുണ്ട്. സോ 90ക്ക് ഓപ്പോസിറ്റ് 2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ ചെയ്യേണ്ടത് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണോ അല്ലേ നോക്കുക. അല്ല. സോ 1ന് കറസ്പോണ്ടിങ് ആയിട്ടത് കണ്ടുപിടിക്കാം. എങ്ങനെയാ? 1ലേക്ക് എത്താൻ ഡിവൈഡ് ചെയ്യണം. സോ ദിസ് ഇസ് 2/√3, റൈറ്റ്? 2/√2. 2/√2 and here it is also 2/√2 since both are same as 1. So 1ലേക്ക് എത്താൻ ഡിവൈഡ് ചെയ്യുക, ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ വി വിൽ ഗെറ്റ് 2/√2. സോ 2/√2 ആണ് 45ന്റെ ഓപ്പോസിറ്റ് എന്ന് മനസ്സിലായി. ആൻഡ് DM is a side opposite to 45 degree. So this is 2/√2. അപ്പോൾ ഹൈറ്റ് കിട്ടി. And we have one more question.
That means calculate the area of each parallelogram. Here we want to find the area of this parallelogram. And we know area of a parallelogram is equal to base into height. Base എന്ന് പറയുന്നത് AB യുടെ ലെങ്ത് ആണ്, that is 4 into height എന്ന് പറയുന്നത് ഇതാണ് DM ആണ്, that is 2 by root 2. Okay, so 4 into 2 by root 2, that can be written as 8 by root 2 or 4 root 2. Okay, രണ്ട് സ്ഥലത്തും റൂട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 4 root 2 എന്നാക്കാം. അങ്ങനെയും ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് ഇതിൽ, അത് നിങ്ങൾക്ക് ട്രൈ നോക്കാം. ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും ഇയാൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒരു 2 ക്വസ്റ്റ്യൻ ഉണ്ട്, ആ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നുണ്ടാവും. ഒന്ന് ഇയാൾ, രണ്ടാമത്തത് ഈ ക്വസ്റ്റ്യൻ. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോളാം എക്സാമിന്. ഓക്കെ, ചിലപ്പോൾ രണ്ടും ചോദിക്കാം, മിനിമം ഒന്നെങ്കിലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. Now read this question carefully. The length of two sides of a triangle are 8 cm and 10 cm. ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡ്സ് തന്നിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാ? 8ഉം 10ഉം. നോക്ക്, 8ഉം 10ഉം. ഞാൻ ഇതിനെ 8 എന്ന് കൊടുത്തു, ഇതിനെ 10 കൊടുത്തു. And the angle between them is 40 degree. ഇവർക്കിടയിലുള്ള ആംഗിൾസ് 40 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. And here we want to find the area of this triangle. Area of this triangle. എങ്ങനെയാണ് ഏരിയ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. നോക്കേണ്ട കാര്യം, ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സോ നമുക്ക് നേരിട്ട് ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഹിയർ വി വാണ്ട് ടു ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദിസ് ട്രയാങ്കിൾ ടു ഫൈൻഡ് ദി ഏരിയ. ഓക്കെ, സോ ഈ 2 പർപ്പസ് മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ എയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ലെറ്റ് ഇറ്റ് ബി AM. AM ആണെന്ന് വിചാരിക്കാം. സോ AMന്റെ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി ഹൈറ്റ്. നൗ വി ഹാവ് എ റൈറ്റ് ട്രയാങ്കിൾ AMB അല്ലേ? സോ അതിലൊരു ആംഗിൾ ഉണ്ട് 40 ഡിഗ്രി ആൻഡ് വി ഹാവ് എ സൈഡ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് 4ഉം ഇത് 4ഉം ആയിക്കൊള്ളണമെന്നില്ല. അതാവണമെങ്കിൽ ഈ സൈഡും ഈക്വൽ ആണെന്ന് പറയണം. നമ്മളോട് അത് പറഞ്ഞിട്ടില്ല. സോ AM ഓപ്പോസിറ്റ് സൈഡിനെ ബൈസെക്ട് ചെയ്തോളാം എന്ന് നിർബന്ധമില്ല. സോ കാര്യം ശ്രദ്ധിക്കാം. സോ ഹിയർ ഇൻ ദിസ് ട്രയാങ്കിൾ AMB we can find the hypotenuse is 10 cm and we want to find the opposite side of 40 degree. ഇത് 40 ഡിഗ്രി ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ സൈനിനെയോ കോസിനെയോ ടാനിനെയോ യൂസ് ചെയ്യണം. ആരെ യൂസ് ചെയ്യും നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് വി ഹാവ് ദ ഹൈപ്പോനിയസ് ഓഫ് ദിസ് ട്രയാങ്കിൾ. സോ വി ക്യാൻ യൂസ് സൈൻ അല്ലേ? ഓപ്പോസിറ്റ് സൈഡിനെയും ഹൈപ്പോനിയസിനെയും കണക്ട് ചെയ്യുന്നത് സൈനാണ്. സോ നമുക്ക് സൈൻ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് sin 40 is equal to ഓപ്പോസിറ്റ് സൈഡ് AM ഡിവൈഡഡ് ബൈ ഹൈപ്പോനിയസ് AB. Sin 40, that is 0.64 is equal to AM. AM എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ദാറ്റ് ഈസ് അൺനോൺ ഡിവൈഡഡ് ബൈ AB ദാറ്റ് ഈസ് 10. സോ ഞാൻ ഈ 10നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ വി വിൽ ഗെറ്റ് 10 into 0.64 is equal to AM. So finally we have AM is equal to 6.4. AM ന്റെ ലെങ്ത് 6.4 ആണെന്ന് മനസ്സിലായി. AM in length 6.4 ആണെങ്കിൽ then we have to find the area of this triangle. Look at the area. Area is nothing but half into base into height. And here we know the base is 8 cm long into height, that is AM. Here we have it is 6.4 cm long. Okay, so ഞാൻ 2ഉം 8ഉം കട്ടിയാണെങ്കിൽ 4 into 6.4 ഉണ്ടാവും. That is 25.6. So this is the area of this triangle. Clear? Okay, ഈ രീതിയിലേക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. അതിനെ ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് വേറൊന്ന്. What is the area of the triangle with the sides of the sides same length but angles between them is 140 degree? These two situations are different situations. One is with angle 40 degree and another one is angle 140 degree. The difference is one angle is less than 90, that is acute angle, and another one is an obtuse angle, that is more than 90. രണ്ടും ഡിഫറെന്റ് രീതിയിലാണ് നമ്മൾ ചെയ്യുക. 40യുടെ പ്രത്യേകതയല്ല 90നേക്കാൾ ചെറുത് എന്ന പ്രത്യേകത മാത്രം. അത് 50 ആയാലും 60 ആയാലും 70 ആയാലും 80 ആയാലും ഒക്കെ ആണക്കാം. ഇത് 140യുടെ പ്രത്യേകത അല്ല, 90നേക്കാൾ കൂടുതലാണ് എന്ന് പറയുന്ന പ്രത്യേകത മാത്രം.
അത് 100 ആയാലും 115 ആയാലും 120 ആയാലും 130 ആയാലും ഒക്കെ കണക്കാം. ഓക്കെ, അവിടെ നമ്മൾ ഫിഗർ വരക്കുന്നതിലാണ് ആ ഒരു മാറ്റം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് in this case the triangle will be look like this one. ഇങ്ങനെ ഉണ്ടാവുക. And we can consider the sides as 8 and 10. The angle between them is 140 degree. ഈ ആംഗിൾ മോർ ദാൻ 90 ആയിരിക്കും. ഇങ്ങനെയാണ് ഫിഗർ വരിക. ഇവിടെ നമ്മൾ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് ടു ഫൈൻഡ് ദി ഏരിയ, ഹൈറ്റ് ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർമലി എയിൽ നിന്ന് ബി സിയിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാൻ കഴിയൂല. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ബിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ബിയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. എന്നിട്ട് ഇവിടെ നിങ്ങട്ടേക്ക് ഹൈറ്റ് വേറെ വരക്കണം. സോ ദിസ് ഇസ് അവർ ഹൈറ്റ്, ലെറ്റ് ഇറ്റ് ബി 90. സോ ദിസ് ഇസ് അവർ ഹൈറ്റ്. ഇനി എങ്ങനെ നമ്മൾ ട്രിഗണോമെട്രി യൂസ് ചെയ്യും? If it is 140 degree, then we can say that this angle is 40 degree. Since these two angles are linear pairs. That means ഇത് രണ്ടിന്റെയും sum 180 ആണ്, 180 ആണ്. So the 140 ആകുമ്പോൾ ഇയാൾ 40 ആവും. അപ്പോൾ 40 plus 140 180 വരുള്ളൂ. Now look at this triangle AB, let it be M. ABM. ABM. ABM എന്ന് പറയുന്ന ട്രയാങ്കിളിൽ we have an angle and a side 10. Then we can easily find the height of this triangle. Then we can find the area of this triangle by using half into base. Base is still it is BC into height, that is AM. കണ്ടുപിടിക്കാം. It's also a very important type question. ഈ ക്വസ്റ്റ്യനും കഴിഞ്ഞ ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്തോളാം. രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ഓൾമോസ്റ്റ് ഷുവർ ആണ്, ശ്രദ്ധിക്കാം. ഓക്കെ, നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യനിൽ പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിൽ ഈ ഒരു സെക്ഷനിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ഒരു സെഷൻസ് നിന്ന് 2 സെഷനുകളിൽ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നതെന്നുള്ളതാണ്. Now look at the question from SSLC 2020. Okay. In a triangle ABC, angle A is equal to angle B is equal to 30 degree. We have these two angles are same. And AC is equal to 4 centimeter long. Okay. What is the length of BC? Our first question is to find the length of BC. It's a very basic level question. Because this triangle you can see there are two angles are same of with a 30 degree angle. Okay. So അങ്ങനെയാണെങ്കിൽ it's an isosceles triangle, right? അല്ലേ, രണ്ട് സൈഡ്സ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാവുന്ന കാര്യം ഇറ്റ്സ് an isosceles triangle എന്നതാണ്. ഓക്കെ, സോ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ, ഓക്കെ, സപ്പോസ് ഇങ്ങനെ നമുക്ക് തന്നത് ലെറ്റ് ഇറ്റ് ബി 30 ഡിഗ്രി ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഓൾസോ 30 ഡിഗ്രി. ഓക്കെ, പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ഇത് 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സൈഡ്സ് ABC. ഐസോസെലസ് ട്രയാങ്കിൾ ആകുമ്പോൾ ഈക്വലായ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ആയ സൈഡ് 30ക്ക് ഓപ്പോസിറ്റുള്ള ഈ സൈഡ് 4 ആണെങ്കിൽ ഈ 30ക്ക് ഓപ്പോസിറ്റ് ഈ സൈഡും എന്തായിരിക്കും? ഇറ്റ് ഷുഡ് ബി 4. സോ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി വളരെ സിമ്പിൾ ആയിട്ട്. BC is equal to 4 centimeter long. നെക്സ്റ്റ് ലുക്ക് അറ്റ് ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AB. ABയുടെ ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ABയുടെ ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇവിടെ ആംഗിൾസ് തന്നിട്ടുണ്ട്, റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടോ എന്നുള്ള കാര്യമാണ്. ടു യൂസ് ട്രിഗണോമെട്രി, നോ, റൈറ്റ് ട്രയാങ്കിൾ ഇല്ല. സോ റൈറ്റ് ട്രയാങ്കിൾ ഇല്ലെങ്കിൽ നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. എങ്ങനെ ഇത്തരം ഷേപ്പുകളിൽ റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക? ബൈ ടേക്കിംഗ് എ പെർപെൻഡിക്കുലർ ഫ്രം ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ടു ബേസ്. നമ്മളിങ്ങനെ വരച്ചു. Now you can see it's an isosceles triangle with the sides AC and BC are equal. So C is the point of intersection of these two equal sides. And from the perpendicular from C to the opposite side will bisect this side and bisect this angle also. So അങ്ങനെയാണെങ്കിൽ that means here we can say this side and this side are equal. So we know this is 90 degree, this is 30, so it must be 60 degree. Okay. Now you can see there is a right triangle AMC with an angle and a side. Then we can use trigonometry here. Okay, so ratio on 30 60 90, 30 60 90. 90ക്ക് ഓപ്പോസിറ്റ് 4 അല്ലേ, നമ്മുടെ റേഷ്യോ ആദ്യം എഴുതിയേക്കാം. 1:√3:2. 90ക്ക് ഓപ്പോസിറ്റ് 4. അങ്ങനെയാണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? അവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് തന്നിരിക്കുന്ന സൈഡ് 1ന് കറസ്പോണ്ടിങ് ആയ സൈഡ് ആണോന്നാ? അല്ല, 2ന് കറസ്പോണ്ടിങ് ആയതാ. അപ്പോൾ 1ന് കറസ്പോണ്ടിങ് ആയത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. സോ 4/2 ദാറ്റ് ഈസ് 2.
ഇത് 2 ആണെങ്കിൽ √3 കറസ്പോണ്ടിങ് ആയത് എങ്ങനെ കണ്ടുപിടിക്കും? 1 നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ മൾട്ടിപ്ലൈ ചെയ്യണം. So we want to multiply this with the √3. That is simply 2√3. So we have the sides opposite to 30 degree is 2 and opposite to 60 degree is 2√3. Now look at the question. Here we want to find the length AB. AB means ഇത് 2√3 ആണെങ്കിൽ ഇതും 2√3 ആണ്. സോ എ ബിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 2√3 plus 2√3, that is 4√3. This is the length of AB. And one more question. In the triangle PQR, that means there is another triangle PQR. Okay, there is another triangle PQR. ഞാൻ ജസ്റ്റ് റഫ് ആയിട്ടൊന്ന് വരച്ചു PQR. എന്താണ് അവർ പറയുന്നത് നോക്കാം. PQ is equal to 4√3. PQന്റെ ലെങ്ത് 4√3 ആണ്. ആംഗിൾ P, ആംഗിൾ Q 30 ഡിഗ്രി. ഈ ആംഗിൾ 30 ഡിഗ്രി, ഈ ആംഗിളും 30 ഡിഗ്രി. ഡ്രോ ദ ട്രയാങ്കിൾ എന്നാണ് ചോദ്യം. നിങ്ങളൊന്ന് വളരെ സൂക്ഷിച്ചൊന്ന് നോക്ക്. ആ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? എടാ ആ ട്രയാങ്കിൾ തന്നെയല്ലേ ഈ ട്രയാങ്കിൾ? കാരണം ലുക്ക് അറ്റ് ദി AB. ABന്റെ ലെങ്ത് എത്രയാ? We have it is 4√3. AB മേലുള്ള രണ്ട് ആംഗിളും 30 ഈച്ച് ആണ്. PQ എന്ന് പറയുന്ന ലെങ്ത് ഇവിടെ 4√3 ആണ്. PQ മേലുള്ള രണ്ട് ആംഗിളും 30 ഡിഗ്രി ഈച്ച് ആണ്. സോ ഈ ട്രയാങ്കിൾ ഒന്ന് നിങ്ങളോട് ഒറിജിനലായിട്ട് വരയ്ക്കാനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? 4√3 എന്ന് പറയുന്നത് ഡയറക്റ്റ് വരയ്ക്കുക എന്ന് പറയുന്നത് റിസ്ക് ആണ് അല്ലേ? അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ 4√3 വരക്കണ്ട, മറ്റേത് വരച്ചു നോക്കുക. എങ്ങനെയാ മറ്റേത് വരയ്ക്കുക? And we know in this triangle this is 4 and this is 4. So in this triangle QR must be 4 cm and PR must be 4 cm long. And the angle between PR and QR, that means angle R, must be, it is 30, so it should be 120. കാരണം 120 30 150 plus 30 180 വരും. So that must be 120 degree. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ വരയ്ക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഈ ഫിഗർ വരയ്ക്കുക. അതായത് നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ, നിങ്ങൾ ഒരു 4 സെന്റിമീറ്റർ ലോങ്ങിൽ നിങ്ങൾ PR വരയ്ക്കുക. ഓക്കെ, PR വരയ്ക്കുക 4 സെന്റിമീറ്റർ. അവിടുന്ന് 120 ഡിഗ്രി ആർന്ന് മെഷർ ചെയ്തിട്ട് നിങ്ങൾ RQ വരയ്ക്കുക. ഓക്കെ, 120 ഡിഗ്രി മെഷർ ചെയ്തിട്ട് നിങ്ങൾ RQ വരയ്ക്കുക. 4 സെന്റിമീറ്റർ തന്നെ, ഇത് 120. ഇത്രേ വരയ്ക്കണ്ടുള്ളൂ. ഇനി ഇത് വരച്ചതിന് ശേഷം തേർഡ് സൈഡ് ജസ്റ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് 4√3 ആയിരിക്കും. അതാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഒരു കൺസ്ട്രക്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നതാ. ക്ലിയർ? 2020. നെക്സ്റ്റ്, ഇറ്റ്സ് ഫ്രം SSLC 2018. ലുക്ക് അറ്റ് ദി പാരലോഗ്രാം. നമ്മൾ പാരലോഗ്രാമിന്റെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിരുന്നു. പാരലോഗ്രാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ABCD is a parallelogram. AB is equal to 8 cm and AD is equal to 4 cm. Angle B is 120 degree. വാട്ട് ഈസ് ആംഗിൾ എ എന്നാണ് ചോദ്യം. പാരലോഗ്രാമിന്റെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമ്പോൾ പാരലോഗ്രാമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ട് സൈഡും ഇൻക്ലൂഡിങ് ആംഗിളും തരണം എന്നാണ്. പലപ്പോഴും പാരലോഗ്രാമിൽ പറ്റിക്കുന്നൊരു കാര്യം എന്താണെന്നറിയോ? തരുന്ന ആംഗിൾ ചിലപ്പോൾ അക്യൂട്ട് ആംഗിൾ ആയിരിക്കില്ല, ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും. പക്ഷെ നമുക്ക് വേണ്ടത് അക്യൂട്ട് ആംഗിൾ ആണ്. ഫോർ എക്സാമ്പിൾ ലുക്ക് അറ്റ് ദിസ് ഹിയർ, ദിസ് 120. നമുക്കത് വേണ്ട, 90നേക്കാൾ കൂടുതലുള്ളത് വേണ്ട. സപ്പോസ് അതാണ് തരുന്നത് എങ്കിൽ വേഗം 90നേക്കാൾ കുറവുള്ള ആംഗിൾ ഫൈൻഡ് ചെയ്യുക. ആരായിരിക്കും 90നേക്കാൾ കുറവുള്ള ആംഗിൾ? എന്താ പാരലോഗ്രാമിന്റെ ഈ രണ്ട് ആംഗിൾസിന്റെയും പ്രത്യേകത? ഇൻ എ പാരലോഗ്രാം ദി സം ഓഫ് അഡ്ജസന്റ് ആംഗിൾസ് ഇസ് ഓൾവേസ് 180. സപ്ലിമെന്ററി ആണ്. അഡ്ജസന്റ് ആംഗിൾസിന്റെ സം എപ്പോഴും 180 ആണ് പാരലോഗ്രാമിന്റെ കേസിൽ. സോ ഇഫ് ഇറ്റ് ഈസ് 120 then we can say that this is 60. 60 ആയിരിക്കും. So the first question is over. What is angle A? We can say it is 60 degree. And now look at this second question. What is the perpendicular distance from D to AB? D യിൽ നിന്ന് AB യിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലാറിന്റെ ലെങ്ത് എന്താണെന്നാണ് ചോദ്യം. അതായത് D യിൽ നിന്ന് AB യിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലാർ, ഞാൻ ഇതിനൊരു പേര് കൊടുത്തു M. AM-ന്റെ ലെങ്ത് എന്താണെന്നാണ് ചോദ്യം. 60ക്ക് ഓപ്പോസിറ്റ് ആയ സൈഡ്. ലുക്ക് അറ്റ് ദിസ്, വി ഹാവ് എ റൈറ്റ് ട്രയാങ്കിൾ ഹിയർ, AMD. ആംഗിൾ ഉണ്ട്, സൈഡ് ഉണ്ട്, ഓപ്പോസിറ്റ് സൈഡ് ഫൈൻഡ് ചെയ്താൽ മതി അല്ലേ? റേഷ്യോ യൂസ് ചെയ്യാം, ഇത് സിമ്പിളാണ് അല്ലേ?
And what is the area of ABCD? Area find ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞു ക്വസ്റ്റ്യൻ, അത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ചോദ്യം. Okay, അങ്ങക്ക് കാണാം, നമ്മൾ ഡിസ്കസ് ചെയ്തു ഓൾറെഡി. Now look at the question from SSLC 2019. Okay, in this figure, P is the center of the circle. Okay, ഇവിടെ ഒരു സർക്കിൾ കാണാം അങ്ങക്ക്. ഞാൻ ഈ പിക്ചർ ഒന്ന് മാറ്റി വരയ്ക്കാം. Okay. There is a circle like this, and a diameter. Okay, ഇത് സെന്റർ ആണെന്നിരിക്കുക സർക്കിളിന്റെ. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒരു ലെങ്ത് ഉണ്ട്, അത് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. This one. ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് അല്ലേ. ഇത് സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ഇത് AD5 എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ? ആംഗിൾ എന്റെ മെഷർ എത്ര എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കേണ്ടത്, ഇൻ ദിസ് ഫിഗർ ലുക്ക് അറ്റ് PA ആൻഡ് PD. PA യുടെയും PD യുടെയും ലെങ്ത്തിന്റെ പ്രത്യേകത എന്താ? They are equal since they are the radius of the circle. So PA യും PD യും റേഡിയസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Now look at the triangle APD. Triangle APD. എന്താ triangle APD യുടെ പ്രത്യേകത? This angle is 90 degrees, so it's a right triangle. And these two sides are equal, so it's an isosceles right triangle. In the chapter Trigonometry, the isosceles right triangle is an important one, right? Le, എന്താ ഇതിന്റെ പ്രത്യേകത? An isosceles right triangle is a triangle with angles 45, 45, 90. Isosceles right triangle ആണ് നമ്മൾ ഒന്നാമത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്, വിത്ത് ആംഗിൾസ് 45, 45, 90. സോ അങ്ങനെയാണെങ്കിൽ ഇത് 90 ആകുമ്പോൾ ഇത് 45 ആയിരിക്കും, ആൻഡ് ദിസ് ഇസ് ഓൾസോ 45 ഡിഗ്രി. ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ. കാരണം ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കണം, ഐസോസിലസ് ആയതുകൊണ്ട്. ടു സൈഡ്സ് ആർ ഈക്വൽ. ഇത് 90 ആണ്. അപ്പോൾ ഇത് രണ്ടും 45, 45 വരണം. Now look at this. നമ്മളോട് ആംഗിൾ എ ചോദിച്ചു, ആംഗിൾ എ 45 ഡിഗ്രി എന്ന് പറഞ്ഞു. Now look at the second question. What is the area of the triangle APD? We have a triangle APD. Here we want to find the area of this triangle. And we have the base of the triangle is AP and the height is PD. So here we want to find the both sides PA and PD. എങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്യാം? Yeah, we can use trigonometry. അല്ലേ, ഇത് 45, 45, 90 ആണ്. സോറി, 45, 45, 90. ഓക്കെ, ഇതാണ് നമ്മുടെ ആംഗിൾസ്. 1:1:√2. സോ നമുക്ക് തന്നിരിക്കുന്നത് 90 ഓപ്പോസിറ്റ് 5 ആണെന്നാ. 90 ഓപ്പോസിറ്റ് 5. സോ നമ്മൾ വേഗം ഫൈൻഡ് ചെയ്ത് നോക്കുക. 1ന് കറസ്പോണ്ടിങ് അല്ല. സോ 1ന് കറസ്പോണ്ടിങ് കാണണമെങ്കിൽ ഡിവൈഡ് ചെയ്യണം. സോ ദിസ് ഇസ് 5/√2. 5/√2. ആൻഡ് ദിസ് ഇസ് ഓൾസോ 5/√2. സിൻസ് ദീസ് ടു ആർ സെയിം. Okay, both are 5/√2 each. √2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. So 5/√2 ആണ് ഈ സൈഡ് വരിക. This is 5/√2. 5/√2. And this is also 5/√2. So we have the base of this triangle and height of the triangle. So you can find the area of this triangle by using the formula area is equal to half into B into H, base into height. That is half into 5/√2. This is our base and height is 5/√2. Half into 5/√2 into 5/√2. So this is 25/4. √2 into √2 2 വരും. 2 into 2 become 4. 5 into 5 25 ന്യൂമറേറ്ററിലും വരും. 25/4 centimeter square is the area of this triangle. Now look at the third question. It is about to find the area of the parallelogram ABCD. That means we have one more data, that is ABCD is a parallelogram. Again, look at the question. It's a parallelogram. And here we want to find the area of this parallelogram. And what about the area of this parallelogram? We know the area of the parallelogram is nothing but base into height. Height നമുക്ക് 5/√2 ആണെന്ന് അറിയാം. And do you know about the base? And we know AB is our base. Since P is the center of the circle, PA is the radius and PB is also a radius.
So if it is 5 by root 2, this is also 5 by root 2. So the base is the diameter of our circle, that is 2 into 5 by root 2, that is 10 by root 2. So the area is nothing but 10 by root 2 into 5 by root 2. Simply that is 10 by root 2 into 5 by root 2 is the area of this triangle, is a parallelogram. Clear? Simple ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഒരു ക്വസ്റ്റ്യൻ ഇൻ ദ ഫിഗർ ആംഗിൾ ബി is equal to 90 degree, ആംഗിൾ സി is equal to 44 degree. ഇത് ടാൻ ഫോക്കസ് ഏരിയയിലുള്ളതല്ല, ടാനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതായത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രം. ഫ്രം SSLC 2019 ഇതൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എങ്ങനെ ഡീൽ ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ? വി ഹാവ് ദിസ് ആംഗിൾ ഈസ് 44 degree. ഈ ആംഗിൾ 44 degree ആണ് എങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആംഗിൾ എ പറയാം, ഇറ്റ് ഈസ് 46 degree. കാരണം ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 90 വരണം. കാരണം ഇയാൾ ഓൾറെഡി 90 ആണ്. 46 plus 44 that is 90. 90 plus 90 become 180. So second question, which among the following is tan 44 degree? 44 ഡിഗ്രിയുടെ ടാൻ ആ ചോദിച്ചത്. 44 ഡിഗ്രിയുടെ ടാൻ എങ്ങനെ നമ്മൾ പറയാ? We have tan 44 is equal to opposite side of 44, that is AB, by adjacent side, that is BC. This is our tan 44. So AB by BC, this is our first option, AB by BC. Now look at the third question. Prove that tan 44 into tan 46 is equal to 1. We have this is tan 44. Now what about tan 46? Tan 46 ഇതാണ് 46 എന്ന് പറയുന്ന ആംഗിൾ. അപ്പോൾ tan എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്, that is BC, by adjacent side, that is AB. So BC by AB. So അങ്ങനെയാണെങ്കിൽ tan 44 into tan 46 എന്ന് പറയുമ്പോൾ അത് എത്ര ഉണ്ടാവുക? tan 44 into tan 46 എന്ന് പറഞ്ഞാൽ that is AB by BC into tan 46, that is BC by AB. So you can see this AB and AB were cancelled and BC and BC were cancelled. Okay, so cancel ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? Finally we have just 1. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്തു. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പ്രാക്ടിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പ്രാക്ടിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷനെ പറ്റിയിട്ടും ആംഗിൾ ഓഫ് ഡിപ്രഷനെ പറ്റിയിട്ടുമാണ്. സപ്പോസ് ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, ഇത് ഞാനാന്ന് വിചാരിച്ചോളൂ. ഓക്കെ, മെലിഞ്ഞിട്ടുള്ള ആളാണ്. സോ എന്താണ് ആംഗിൾ ഓഫ് എലിവേഷൻ, എന്താണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ? ഞാനൊരു ഒബ്ജക്റ്റിനെ നേരെ, എൻ്റെ കണ്ണിൻ്റെ അതേ ഹൈറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ ഞാൻ നോക്കുകയാണെങ്കിൽ നേരെയാണ് നോക്കുക, അല്ലേ? ഓക്കെ, ഈ നേരെ നോക്കുന്ന സമയത്ത് ഞാൻ ഒബ്ജക്റ്റിനെ കാണുക ഈ രീതിയിലേക്കാണ്, അങ്ങനെ കണ്ടു. ഓക്കെ, എന്നാൽ എന്നെക്കാൾ ഹൈറ്റ് കൂടുതലുള്ള ഒരു ഒബ്ജക്റ്റിനെ ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ വ്യൂ ഞാൻ റൈസ് ചെയ്യണം, ശരിയല്ലേ? ഓക്കെ, ഞാൻ ഇങ്ങനെ നോക്കുന്ന സാധനത്തിന് ഞാൻ മുകളിലേക്ക് ഇങ്ങനെ നോക്കണം, തല ഉയർത്തിയോ ഇല്ലേ എന്നുള്ളതല്ല, എൻ്റെ വ്യൂ ഞാൻ റൈസ് ചെയ്യണം. സോ നോർമലി മുകളിലുള്ള ഒരു ഒബ്ജക്റ്റിനെ ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്, ദ സ്ട്രൈറ്റ് വ്യൂ ലൈക്ക് ദിസ്. ഓക്കെ, ദ ഡീവിയേഷൻ ബിറ്റ്വീൻ ദീസ് ടു, അതായത് ഞാൻ ഈ സ്ട്രൈറ്റ് വ്യൂവിൽ നിന്ന് എത്രയാണ് റൈസ് ചെയ്തത് എന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് നമ്മൾ പറയാം. ഓക്കെ, സോ ദിസ് ഇസ് അവർ ആംഗിൾ ഓഫ് എലിവേഷൻ. എന്നാൽ നേരെ മറിച്ചിട്ട് താഴെയുള്ള ഒരു ഒബ്ജക്റ്റിനാണ് ഞാൻ നോക്കുന്നതെങ്കിൽ ആ നോട്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ വ്യൂ ഞാൻ താഴ്ത്തണം. അതെത്രയാണ് പാരലലിൽ നിന്ന് അല്ലെങ്കിൽ സ്ട്രൈറ്റ് വ്യൂവിൽ നിന്ന് താന്നത്, അതിനെയാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് നമ്മൾ പറയാം. So these two are the concept of angle of elevation and angle of depression. So ഈ സെക്ഷനിൽ നമ്മളോട് എക്സാമിന് പറഞ്ഞിട്ടുള്ളത്, ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ളത് 30, 60, 45 മാത്രം എക്സ്പെക്ട് ചെയ്താൽ മതി എന്നാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്നർത്ഥം. ഈ ഒരു സെഷനിൽ 2 തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സിമ്പിൾ ടൈപ്പ് ഉണ്ടാവാം, വെരി സിമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാകാം. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ബിൽഡിങ് ഒരാൾ ഒരു ഫ്യൂ മീറ്റർ എവേ നിന്ന് നമ്മൾ കണ്ടു എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നേക്കാം. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിക്കാം, ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ, ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരാൾ ബിൽഡിങ്ങിന്റെ കുറച്ച് ഒരു 20 മീറ്റർ എവേയിൽ നിന്ന് ഈ ബിൽഡിങ്ങിന്റെ ടോപ്പ് കാണുന്നുണ്ട് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 40 ഡിഗ്രി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്താണെന്ന് ചോദിച്ചു എന്ന് വിചാരിക്കാം. Look at this question. AB എന്ന് പറയുന്നത് ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിന്റെ ഫൂട്ടിൽ നിന്ന് കുറച്ച് എവേ ആയിട്ടുള്ള ഒരു പോയിന്റ് സി, ആ സിയിൽ നിന്ന് ഒരാൾ ദ ടോപ്പ് ഓഫ് ദി ബിൽഡിംഗ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 40 ഡിഗ്രി അതിലിങ്ങനെ കണ്ടു എന്ന് വിചാരിക്കാം. ആൻഡ് ഹിയർ വി വാണ്ട് ടു ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദിസ് ബിൽഡിംഗ്. എങ്ങനെ ഫൈൻഡ് ചെയ്യാം?
Look at this triangle. ഈ ട്രയാങ്കിളിൽ ഇയാൾ 40 ഡിഗ്രിയാണ്. ഓക്കെ, എസ്പെഷ്യലി ഈ സെക്ഷൻ 40 വരില്ല, 45 വന്നിരിക്കുക. 45, 30, 60 മാത്രം എക്സ്പെക്ട് ചെയ്താൽ മതി. സോ അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് എ ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് 45, 45, 90, റൈറ്റ്? സോ 45ന്റെ ഓപ്പോസിറ്റ് 20 ആണെങ്കിൽ ഈ 45ന്റെ ഓപ്പോസിറ്റ് 20 ആയിരിക്കും. സോ ദ ഹൈറ്റ് ഓഫ് ദിസ് ബിൽഡിംഗ് എക്സാക്ട്ലി 20 മീറ്റർ ലോങ്, റൈറ്റ്? സിമ്പിൾ ആണ്. ഓക്കെ, സാധാരണ ഇതിൽ ക്വസ്റ്റ്യൻ കാണാറുള്ളത് രണ്ട് ആംഗിൾസ് വരുന്നതാണ്. ദാറ്റ് മീൻസ് രണ്ട് ആംഗിൾ ഓഫ് എലിവേഷനോ അല്ലെങ്കിൽ രണ്ട് ആംഗിൾ ഓഫ് ഡിപ്രഷനോ അല്ലെങ്കിൽ ഒരു ആംഗിൾ ഓഫ് എലിവേഷനോ ഒരു ആംഗിൾ ഓഫ് ഡിപ്രഷനോ വരുന്ന ക്വസ്റ്റ്യൻസ്. അവിടെ നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഒന്ന് സൈഡ്സ് തരുന്ന ക്വസ്റ്റ്യൻസ്, രണ്ടാമത് സൈഡ്സ് തരാത്ത ക്വസ്റ്റ്യൻസ്. സൈഡ്സ് തരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ. എ മാൻ സ്റ്റാൻഡിങ് അറ്റ് ദി ടോപ്പ് ഓഫ് എ ടവർ ഓഫ് ഹൈറ്റ് 20 മീറ്റർ. ഒരാള് ഒരു ടവറിന്റെ ടോപ്പിൽ നിൽക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ദിസ് ഇസ് അവർ ടവർ. ഓക്കെ, it is of length 20 meter. It's given. So the top of a building at an angle of elevation 60 degree. And there is a building. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരാൾ ഇതിന്റെ മുകളിൽ കയറിയിട്ടാണ് അയാൾ ബിൽഡിങ്ങിന്റെ ടോപ്പ് കാണുന്നത്. ഇതിന്റെ മുകളിൽ കയറിയിട്ട് ബിൽഡിങ്ങിന്റെ ടോപ്പ് കാണുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ കയറിയിട്ട് ബിൽഡിങ്ങിന്റെ ടോപ്പ് ആംഗിൾ ഓഫ് എലിവേഷനിലാണ് കണ്ടത്. അതായത് അയാൾ മുകളിലേക്ക് നോക്കി. സോ മുകളിലേക്ക് നോക്കിയിട്ട് ടോപ്പ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ബിൽഡിംഗ് എന്ന് പറയുന്നത് ടവറിനേക്കാൾ ഹൈറ്റ് കൂടുതലാണ് എന്നതാണ്. ശരിയല്ലേ? നമ്മുടെ ബിൽഡിംഗ് എന്ന് പറയുന്നത് ടവറിനേക്കാൾ ഹൈറ്റ് കൂടുതലാണ്. അതുകൊണ്ടല്ല അയാൾ മുകളിലേക്ക് നോക്കി കണ്ടത് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ദ വ്യൂ as this, ഇങ്ങനെയാണ് നമ്മൾ കാണുന്ന ഒബ്ജക്റ്റിനെ കാണുന്നത്. ആൻഡ് വി ഹാവ് ഇറ്റ് ഈസ് 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ. നമ്മൾ എവിടെ ആംഗിൾ മാർക്ക് ചെയ്യുക? അവിടെയാണ് കൃത്യമായി ശ്രദ്ധിക്കേണ്ടത്. The both angles of angle of elevation and angle of depression is in between the view of sight and the straight view. ഇതാണ് വ്യൂ ഓഫ് സൈറ്റ്, ഒബ്ജക്റ്റിനെ കാണുന്ന വ്യൂ അല്ലേ? ഇനി നോക്കേണ്ടത് ഇറ്റ് ഈസ് ദ സ്ട്രൈറ്റ് വ്യൂ. എപ്പോഴും സ്ട്രൈറ്റ് വ്യൂ വരച്ചിരിക്കണം. ഇതാണ് 60 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആൻഡ് ദി ബേസ് ഓഫ് ദി ബിൽഡിംഗ് അറ്റ് എ ഡിപ്രഷൻ ഓഫ് 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബേസ് കാണുന്നത് ആംഗിൾ ഓഫ് ഡിപ്രഷനിലാണ് 30 ഡിഗ്രി. ദാറ്റ് മീൻസ് ദിസ് ഇസ് ആംഗിൾ 30 ഡിഗ്രി. ദിസ് ഇസ് അവർ ഗിവൻ ഡാറ്റ. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനൊക്കെ പേര് കൊടുക്കുക. എ, ബി, സി, ഡി ആൻഡ് ഫൈനലി ദിസ് ഇസ് അവർ ഇ. ഇനി നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് റൈറ്റ് ട്രയാങ്കിൾ എന്തായാലും ഉണ്ടാവും വിത്ത് 2 ഗിവൺ ആംഗിൾസ്. രണ്ട് ആംഗിൾ തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ രണ്ട് റൈറ്റ് ട്രയാങ്കിൾ എന്തായാലും ഉണ്ടാവും. Now you can see these two are the given right triangles. Sorry, given angles, and these two are two right triangles. ഒന്ന് ഈ റൈറ്റ് ട്രയാങ്കിൾ എടുക്കാം, രണ്ടാമത് ഈ റൈറ്റ് ട്രയാങ്കിൾ എടുക്കാം. രണ്ട് റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയാൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഒരു സൈഡ് കിട്ടിയിട്ടുണ്ടോ നോക്കാം. ഏതെങ്കിലും ഒരു സൈഡ്. നമുക്കാകെ 20 തന്നത് ഇതാ, എ ബി. ഇത് 20 ആണെങ്കിൽ we can say CD is also 20. That means in this right triangle we have a side CD. അപ്പോൾ പിന്നെ സിമ്പിളാ, വലിയ പണി ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വായിച്ചു നോക്കിയാൽ മതി. ഡ്രോ റഫ് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടവർ ആൻഡ് ബിൽഡിംഗ്. ടവറും ബിൽഡിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ. ദാറ്റ് മീൻസ് BC or AD. Both are same, right? ഓക്കെ, രണ്ടും BC അല്ലെങ്കിൽ ADയുടെ ലെങ്ത് കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ ADയുടെ ലെങ്ത് ഫൈൻഡ് ചെയ്യുക? Now look at this right triangle. We have an angle 30 degree and a side 20. So we can use trigonometry, the ratio 30, 60 and 90. Let 30 co opposite 20. 1 is to root 3 is to 2 ആണ് വരേണ്ടത്. 30 co opposite 20. അപ്പോൾ 60 co opposite 20 root 3. 90 co opposite 60. Sorry, 20 into 2, that is 40. So it is 40 like this. അല്ലേ? റൂട്ട് 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു, ലൈക്ക് ദിസ്. സോ വി ഹാവ് 30 കോപ്പോസിറ്റ് ഉള്ളത് 20 ആണെങ്കിൽ ഇത് 90 ആണ്, അപ്പോൾ ഇത് 60 ആണ്. 60 കോപ്പോസിറ്റ് ഉള്ളത് ദാറ്റ് ഈസ് 20 റൂട്ട് 3. ദിസ് ഇസ് 20 റൂട്ട് 3 AD. So first question is over. Look at the C question. Find the height of the building. Here we want to find the height of this building. This is tower and this is building. ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് കാണുമ്പോൾ CD യുടെ ലെങ്ത് ഓൾറെഡി നമുക്കറിയാം, ഇറ്റ് ഇസ് 20.
Then we have to find the length ED. ED കൂടി കിട്ടിയാൽ മതി. എങ്ങനെയാ ED ഫൈൻഡ് ചെയ്യാം? വേഗം നോക്കുക റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടോന്ന്. ഉണ്ടോ? യെസ്, വി ഹാവ് എ റൈറ്റ് ട്രയാങ്കിൾ ADE. ADE എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിനെ കാണാം. ആ റൈറ്റ് ട്രയാങ്കിളിൽ സൈഡ് തന്നിട്ടുണ്ടോ നോക്കിയാ? യെസ്, AD 20√3 കിട്ടിയിട്ടുണ്ട്. തന്നിട്ടില്ലായിരുന്നു, പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചു. ആൻഡ് ഡു യു ഹാവ് എൻ ആംഗിൾ? യെസ്, വി ഹാവ് ദിസ് ആംഗിൾ 60 ഡിഗ്രി. സോ പിന്നെ ട്രിഗണോമെട്രി യൂസ് ചെയ്യാലോ. നോക്കാം നമുക്ക്. 30, 60 and 90. Ratio 1:2, √3:2. 30 ആണ് ഈ ആംഗിള്. 30 ഓപ്പോസിറ്റ് ആണ് 20√3 തന്നിട്ടുള്ളത്. സോ 30 ഓപ്പോസിറ്റ് 20√3 എന്ന് പറയാം. അപ്പൊ എങ്ങനെയാ 60 ഓപ്പോസിറ്റ് ഫൈൻഡ് ചെയ്യാം? 1ൽ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ മൾട്ടിപ്പിൾ ചെയ്യണം. സോ ദാറ്റ് ഈസ് 20√3 into 2. സോറി, into √3 അല്ലേ? അവിടെ ഉള്ള നമ്പർ √3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. We know √3 into √3 is nothing but 3. So it is 20 into 3, that is 60. So it is 60. അപ്പോൾ 60 opposite ഉള്ള സൈഡ് 60 മീറ്റർ ഉണ്ടാകും. So what about the total length of our building? That is 20 plus 60, that is 80 meter. 80 meter ആയിരിക്കും ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഉണ്ടാവുക. സിമ്പിൾ, 5 മാർക്സ് കയ്യിൽ പോരും അല്ലേ? അപ്പോൾ ഇതുപോലെ നമുക്ക് സൈഡ്സ് ഗിവൺ ആയിട്ടുള്ള റൈറ്റ് ട്രയാങ്കിൾസിന്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം യൂസിങ് എലവേഷൻ ആൻഡ് ഡിപ്രഷൻ. ചിലതിൽ സൈഡ്സ് തരാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആവും. ബട്ട് വി ഹാവ് സം ട്രിക്സ്. ഓക്കെ, now look at this question. A boy standing at the edge of a canal sees the top of the tree on the other edge at an elevation 60 degree. Stepping 12 meter back, he sees it at an elevation of 30 degree. Find the height of the tree. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് there is a canal and a tree. ഓക്കെ, അതിൻ്റെ ഒരു സൈഡിൽ ഒരു ട്രീ ഉണ്ട്. ഈ സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരാൾ ഇതിനെ കാണുന്നുണ്ട് അറ്റ് an angle of elevation 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ കാണുന്നുണ്ട്. ഇനി അയാൾ നിന്ന് ചില 12 മീറ്റർ ബാക്കിലേക്ക് നടന്നു. 12 മീറ്റർ ബാക്കിലേക്ക് നടന്നു. ദിസ് ഇസ് 12 മീറ്റർ. 12 മീറ്റർ ബാക്കിൽ നടന്നു. എന്നിട്ട് ഇവിടെ നിന്നിട്ട് അയാൾ ടോപ്പ് കാണുന്നുണ്ട് at an angle of elevation 30 degree. ഇത്രയാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. Here we want to find the height of the tree. നോക്കാം നമുക്ക്. Look at this. A, B, C, D. Okay. It's from SSLC 2020. Okay, 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. പക്ഷെ വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യനെ ചെയ്യാം. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് look at this triangle. Sorry, this figure. Can you find the 2 right triangles here? Yes. One is a BCD and another one is ACD. We have 2 right triangles. Then the next question. Do you have a side of any right triangle? ഈ തന്നിരിക്കുന്ന റൈറ്റ് ട്രയാങ്കിളിൽ ഏതെങ്കിലും ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ് എങ്കിലും കിട്ടിയിട്ടുണ്ടോ? Look at BCD. സൈഡ് ഒന്നും അറിയില്ല. ആൻഡ് അനദർ വൺ ACD അറിയില്ല. വി ഹാവ് 12. ദിസ് 12. ഈ 12 എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ് അല്ല. റൈറ്റ് ട്രയാങ്കിൾ ACDയുടെ സൈഡ് എന്ന് പറയുന്നത് AC ആണ്. ഈ തന്നിരിക്കുന്നത് AB ആണ്. ഒരു പാർട്ട് മാത്രം. ഇത്തരം ക്വസ്റ്റ്യനിൽ ഒന്ന് നമ്മൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട്, ഒരു കറക്റ്റ് രീതിയുണ്ട്. എന്നാൽ ഇത്തരം ക്വസ്റ്റ്യനിൽ ചില ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. കാരണം എന്തെന്ന് അറിയണ്ടേ? നോക്കട്ടോ, ശ്രദ്ധിക്കാം. ഇവിടെ ഞാൻ ഈ ആംഗിൾ 60 ഡിഗ്രി അല്ലേ? സോ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഞാൻ ഈ ഒരു ആംഗിൾ ഒന്ന് ഫൈൻഡ് ചെയ്ത് തന്നിരിക്കാം. ഈ ആംഗിൾ എത്രയാ? ദിസ് ഇസ് 120 ഡിഗ്രി. ശരിയല്ലേ? 120 ഡിഗ്രിയാണ്. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇത് 30. Look at the triangle ABD. Triangle ABD ഒന്ന് എടുത്ത് നോക്കുക. Triangle ABD. ആ ട്രയാങ്കിൾ ABDയിൽ ഇയാൾ 30, ഇയാൾ 120. അപ്പോൾ 30 + 120 150.
ടോട്ടൽ സം 180 വരണം. സോ ദിസ് ആംഗിൾ ഷുഡ് ബി 30 ഡിഗ്രി, റൈറ്റ്? 30 ആയിരിക്കണം. ദെൻ ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാ? ABD. It's an isosceles triangle since two of the angles are same, 30 degree each. So in an isosceles triangle, we know the sides opposite to equal angles are same. അതായത് 30ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഇയാൾ 12 ആണെങ്കിൽ ഈ 30ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡ്, അതായത് BDയും 12 തന്നെയായിരിക്കും. So we have this length is 12 centimeter. That means BD is 12 centimeter long. BDയുടെ ലെങ്ത് 12 സെന്റിമീറ്റർ ആണെങ്കിൽ the question is over actually. ഓക്കെ, കഴിഞ്ഞു. ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ കഴിഞ്ഞു. ഇനി കാര്യമായിട്ടൊന്നും ഇല്ല. എങ്ങനെയാ? 90ക്ക് ഓപ്പോസിറ്റ് 12. സോ 30ക്ക് ഓപ്പോസിറ്റ് 6, 60ക്ക് ഓപ്പോസിറ്റ് 6√3. 5 മാർക്ക് കയ്യിൽ തീർന്ന്. അത്രയേ ഉള്ളൂ. എന്ത് രസമാണ് അല്ലേ? ഓക്കെ, കാര്യമായിട്ടൊന്നും എഴുതാൻ തന്നെ കാര്യമായിട്ടില്ല. സോ നമുക്ക് പറയാവുന്ന കാര്യം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ റേഷ്യോ വെച്ച് കണ്ടുപിടിക്കാം. 30, 60, 90. ഓക്കെ, 1:√3:2. 90ക്ക് ഓപ്പോസിറ്റ് 12. അപ്പൊ 30ക്ക് ഓപ്പോസിറ്റ് 200 ഡിവൈഡ് ചെയ്താൽ 6. ഇയാൾ 6√3 അല്ലേ? അപ്പൊ 60ക്ക് ഓപ്പോസിറ്റ് 6√3. അതാണ് ട്രീയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് എക്സാക്ട്ലി 6√3. ആൻസർ ഈസ് ഓവർ. സിമ്പിൾ. ഇത്തരം ക്വസ്റ്റ്യൻസിനെ കെയർ ചെയ്യാം. ചാൻസ് ഉണ്ട്, നല്ലപോലെ ചാൻസ് ഉണ്ട് എക്സാമിന്. ഓക്കെ, നിങ്ങൾക്ക് കൂടുതലും ചാൻസ് ഉള്ളത് ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആകുന്ന ട്രയാങ്കിൾസിനാണ്, ഇത്തരം ഷേപ്പിൽ. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആംഗിൾ തന്നിട്ടുണ്ടാകില്ല. ഓക്കെ, സോറി, ആംഗിൾ തന്നിട്ടുണ്ടാവും പക്ഷേ സൈഡ്സ് തന്നിട്ടുണ്ടാവില്ല. അത്തരം ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇത്. ഇവിടെ 12 തന്നു, ഒരു പാർട്ട് മാത്രം, ട്രയാങ്കിളിൻ്റെ സൈഡ് തന്നിട്ടില്ല. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഈ ആംഗിൾ എത്ര നോക്കുക, ഈ ആംഗിൾ എത്ര നോക്കുക, ഐസോസെലസ് ട്രയാങ്കിൾ ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അഥവാ അങ്ങനെ അല്ല എന്ന് വിചാരിക്കാം. അഥവാ അങ്ങനെ അല്ലെങ്കിൽ ഇത്തരം ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. ഒരു ഒറിജിനൽ വേ എന്ന് പറഞ്ഞാൽ കുറച്ച് ചെയ്തുണ്ടാക്കണം, പക്ഷെ ഒരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് 12 അല്ലേ, ഇതിൻ്റെ ബാക്കി ഭാഗം എടുക്കാം. ദ റിമൈനിങ് പാർട്ട്, ലെറ്റ് ഇറ്റ് ബി എക്സ്. ആ എക്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്കാണ് തന്നിരിക്കുന്ന ഈ സൈഡ് എടുക്കുക. 12 ഇൻറ്റു 2 ആംഗിൾസ് അല്ലേ ഇവിടെ ഉള്ളത്. അതിൽ ചെറിയ ആംഗിളിൻ്റെ ടാൻ എടുക്കുക. ദാറ്റ് ഈസ് ടാൻ 30 ഡിവൈഡഡ് ബൈ വലുതിൻ്റെ ടാനിൽ നിന്ന് ചെറുതിൻ്റെ ടാൻ കുറക്കുക. ടാൻ 60 മൈനസ് ടാൻ 30. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ആ റിമൈനിങ് പാർട്ട് കിട്ടും. ഇത് കിട്ടും. ഇത് കിട്ടിയാൽ പിന്നെ 30ക്ക് ഓപ്പോസിറ്റുള്ള കിട്ടി, 60ക്ക് ഓപ്പോസിറ്റുള്ള സിമ്പിളായിട്ട് ഫൈൻഡ് ചെയ്യാം അല്ലേ? ഇതെങ്ങനെ ഫൈൻഡ് ചെയ്യാം? അപ്പോൾ ഒരു ചോദ്യമുണ്ട്, സാർ ടാൻ 30ൻ്റെ വാല്യൂ ആര് തരും? ക്വസ്റ്റ്യൻ പേപ്പറിൽ തരൂല. എങ്ങനെ കണ്ടുപിടിക്കുക? സിമ്പിളാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ച റൈറ്റ് ട്രയാങ്കിൾ ഇല്ലേ, ഏത്? വിത്ത് ആൻ ആംഗിൾ 30, 60, 90. ഇത് വരക്കുക. 30ക്ക് ഓപ്പോസിറ്റ് 1, 60ക്ക് ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് 2. റേഷ്യോ കൊടുക്കുക. ഇനി ടാൻ 30 കണ്ടുവെക്കുക. വാട്ട് ഈസ് ടാൻ 30? ടാൻ 30 എന്ന് പറഞ്ഞാൽ 30ൻ്റെ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് 1/√3. സോ ടാൻ 30 എന്ന് പറഞ്ഞാൽ 1/√3. സോ ദാറ്റ് ഈസ് 12 ഇൻറ്റു 1/√3 ഡിവൈഡഡ് ബൈ ടാൻ 60ക്ക് ഓപ്പോസിറ്റ് √3 ബൈ അഡ്ജസൻറ്റ് 1. സോ √3/1 ഓർ √3 മൈനസ് ടാൻ 30, ദാറ്റ് ഈസ് 1/√3 എന്ന് വരും. ഞാനിവിടെ ബൈ 1 എടുത്ത് ക്രോസ് ചെയ്തു. ന്യൂമറേറ്റർ 12 ഇൻറ്റു 1/√3 എന്ന് പറഞ്ഞാൽ 12/√3 വരും. അവിടെ നിൽക്കട്ടെ. ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു √3 അത് 3 വരും. മൈനസ് 1 ഇൻറ്റു 1 വരും. ഡിവൈഡ് ബൈ 1 ഇൻറ്റു √3 വരും. സോ ദിസ് √3 ആൻഡ് √3 വർ ക്യാൻസൽഡ്. ഫൈനലി 12/2 എന്ന് പറഞ്ഞാൽ 6 ആണ് അതിൻ്റെ ആൻസർ. ഏത്? എക്സിൻ്റെ ലെങ്ത്. ഇത് 6 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് 6√3. അങ്ങനെയും കണ്ടുപിടിക്കാം. സോ ഈ ഒരു ഇക്വേഷൻ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നന്നാവും. ഇങ്ങനെ ഐസോസെലസ് അല്ല, സൈഡ് തന്നിട്ടില്ല, അത്തരം ക്വസ്റ്റ്യനിലാണെങ്കിൽ അതൊരു ട്രിക്കാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കാം. Look at another one. A boy standing at one bank of a river sees the top of the tree in the other bank directly opposite to the boy at an elevation of 60 degree. Stepping 40 meter back, he sees the top of elevation 30 degree. Top at an elevation of 30 degree. Draw a rough figure and find the height of the tree. What is the width of the river? എന്നാണ് ചോദ്യം. നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ കനാല് മാറ്റി റിവർ ആക്കി, 12 മീറ്റർ ഒഴിവാക്കി 40 മീറ്റർ ആക്കി. സിമ്പിളായിട്ട് നിങ്ങൾക്ക് 2 വഴി ഞാൻ പറഞ്ഞു തന്നു. ആ 2 വഴിയിലൂടെയും ട്രൈ ചെയ്യാം. സെയിം ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിലും നേരത്തെ പറഞ്ഞ സെയിം പ്രത്യേകത ഉണ്ട്.
It is from SSLC 2019. Previous year question paper. Okay. Now look at another one. A boy saw the top of the building under construction at an elevation 30 degree. The completed building was 12 meter higher and the boy saw the top of elevation 60 degree. Okay. അതായത് ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊടുക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് ഒരു കുട്ടി ഒരു ബോയ് കാണുന്നുണ്ട് അറ്റ് an angle of elevation 30 degree. ഓക്കെ. ഇനി ബിൽഡിംഗ് 12 മീറ്റർ കൂടി കൺസ്ട്രക്ട് ചെയ്തു എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അല്ലേ? കൺസ്ട്രക്ഷൻ നടന്നുകൊടുക്കുന്ന ബിൽഡിംഗ് ആണല്ലോ. സോ ഒരു 12 മീറ്ററും കൂടി കൺസ്ട്രക്ട് ചെയ്തു. ഇവിടുന്ന് ഇയാൾ കാണുന്നത് അറ്റ് an angle of elevation 60 degree. ഇങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതും ABCD ഇങ്ങനെയാണ് നമുക്കുള്ളത്. ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കാം. ഓക്കെ, ഇയാൾ 30 ഡിഗ്രി ആണ്, അപ്പോൾ ഇയാൾ 60 ഡിഗ്രി ആണ്. ഇത് ടോട്ടൽ 60 ഡിഗ്രി ആണ്, അപ്പോൾ ഇയാൾ 30 ഡിഗ്രി ആണ്. ഓക്കെ, സോ ഇത് 30 ഡിഗ്രി ആണ്, ഇത് 120 ഡിഗ്രി ആണ്, അപ്പോൾ ഇത് 30 ഡിഗ്രിയാണ് അല്ലേ? ഇത് 60 ആകുമ്പോൾ ഇത് 120, അപ്പോൾ ഇത് 30, 30, 30, 120. സോ യു ക്യാൻ സീ ദർ ഇസ് എൻ ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പോൾ ഇത് 12 ആണെങ്കിൽ ഇത് 12 ഫ്രം SSLC 2018. കഴിഞ്ഞ 2 ക്വസ്റ്റ്യനിലും ചെയ്ത സെയിം സാധനം ഇവിടെ വന്നു. 2020, 2019 ആൻഡ് 2018 അതിലൊക്കെ വന്ന സെയിം ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം ഇക്വേഷൻ ഇവിടെയും യൂസ് ചെയ്യാം. ക്ലിയർ? ഓക്കെ, ഈ രീതിയിലേക്ക് നമുക്കിതിനെ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണല്ലോ? സോ ഇത്രയുമാണ് നോർമലി നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫ്രം ട്രിഗണോമെട്രി. നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് ആക്ച്വലി ട്രിഗണോമെട്രി. ഓക്കെ, ഈവൻ ഫോക്കസ് ഏരിയ ഇല്ലാഞ്ഞിട്ട് കൂടി നിങ്ങൾക്ക് സിമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയറിലൊക്കെ വന്നിട്ടുള്ളത്. സോ അത്തരം ക്വസ്റ്റ്യൻസ് നല്ലപോലെ ഫോക്കസ് ചെയ്യുക, കെയർ ചെയ്യുക, മാക്സിമം വർക്കൗട്ട് ചെയ്യുക. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.